നമസ്കാരം. ഹോസിയ പ്രവചന പുസ്തകത്തിലെ ആദ്യ അധ്യായത്തെ ആസ്പദമാക്കി ഒരുക്കിയിരിക്കുന്ന ജസ്രേലിന്റെ വിളി എന്ന നാടകത്തിന്റെ ഈ വിശകലനത്തിലേക്ക് സ്വാഗതം. ചരിത്രവും പ്രവചനവും ഇത്ര മനോഹരമായി എങ്ങനെ ദൃശ്യവൽക്കരിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? നേരെ കാര്യത്തിലേക്ക് കടക്കാം. നാടകത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു ദൈവകൽപ്പനയുണ്ട്. നീ പോയി ഒരു വേശ്യയെ വിവാഹം ചെയ്യുക. അതെ, കേട്ടത് ശരിയാണ്. ഈ ഒറ്റവാചകത്തിൽ നിന്നാണ് തീർത്തും ആകാംക്ഷാഭരിതമായ ആ കഥ ആരംഭിക്കുന്നത് തന്നെ. രംഗം 1. ദൈവത്തിന്റെ വിളി. പ്രവാചകനായ ഹോസിയായുടെ മേൽ ആ സ്വർഗീയ പ്രകാശം വന്ന് പതിക്കുകയാണ്. അന്നത്തെ ചരിത്ര പശ്ചാത്തലമൊന്ന് നോക്കാം. തെക്ക് യൂദായിൽ ഉസിയ മുതൽ ഹെസക്കിയ വരെയുള്ള രാജാക്കന്മാർ, വടക്ക് ഇസ്രായേലിലാണെങ്കിൽ ജെറോബോവാം രാജാവും ഭരിക്കുന്നു. ജനങ്ങളൊക്കെ ദൈവത്തെ പൂർണ്ണമായും മറന്നു ജീവിച്ചിരുന്ന തീർത്തും ഇരുണ്ട ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് പറയാം. ആത്മീയ തകർച്ചയുടെ ആഴം എത്രത്തോളമായിരുന്നു എന്ന് ചോദിച്ചാൽ, ദേശം ദൈവത്തെ വിട്ട് അകന്നുപോയിരിക്കുന്നു. ഈയൊരു മോശം സാഹചര്യത്തിലാണ് ദൈവം ഹോസിയായോട് ആ വിചിത്രമായ കാര്യം ആവശ്യപ്പെടുന്നത്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്നോ? ഹോസിയായുടെ മറുപടി വളരെ പെട്ടെന്നായിരുന്നു. കർത്താവേ, അങ്ങയുടെ വാക്ക് ഞാൻ അനുസരിക്കും. ഇനി രംഗം 2. ഗോമറുമായുള്ള വിവാഹം. ദേവകൽപ്പനയനുസരിച്ച് പ്രവാചകൻ ഒരു ലളിതമായ എബ്രായ വിവാഹവേദിയിലേക്ക് കടക്കുകയാണ്. ദിബ്ലായിന്റെ മകളായ ഗോമറിനെ അങ്ങനെ ഹോസിയ സ്വന്തമാക്കുന്നു. അവൾ അദ്ദേഹത്തോടൊപ്പം ജീവിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഇതൊരു സാധാരണ വിവാഹമൊന്നുമല്ലാട്ടോ. വരാനിരിക്കുന്ന വലിയ പ്രവചനങ്ങളുടെ ഒരു തുളക്കം മാത്രമാണിത്. ദൈവത്തിൽ മാത്രം പൂർണ്ണമായി ആശ്രയിച്ചുള്ള ഹോസിയായുടെ ആ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. രംഗം 3. പ്രതീകാത്മകരായ 3 മക്കൾ. ഇവിടെ നാടകം കുറച്ചുകൂടി ഗൗരവമുള്ളതാകുന്നുണ്ട്. ഇനി ജനിക്കാൻ പോകുന്ന ഈ കുട്ടികൾ വെറും വ്യക്തികളല്ല, മറിച്ച് ഇസ്രായേലിനു മേലുള്ള ഭയപ്പെടുത്തുന്ന ന്യായവിധികൾ പേരുന്ന പ്രതീകങ്ങൾ കൂടിയാണ്. അങ്ങനെ അവർക്ക് ആദ്യത്തെ കുഞ്ഞു പിറക്കുകയാണ്. ഗോമർ അവന് ജസ്രേൽ എന്ന് പേരിടാൻ ദൈവം ആവശ്യപ്പെടുന്നു. ജസ്രേൽ എന്നാൽ യേഹുവിന്റെ കുടുംബത്തിനുള്ള ശിക്ഷയുടെയും ഇസ്രയേലിന്റെ രാജത്വത്തിന്റെ അവസാനത്തിന്റെയും ഒരു വലിയ മുന്നറിയിപ്പാണ്. ഈ ഒടിഞ്ഞ വില്ല് നമ്മൾ കാണുന്നുണ്ടല്ലോ, ജസ്രയേലിന്റെ ജനനം ഇതുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ജസ്രയേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ ദൈവം പൂർണ്ണമായും തകർക്കുമെന്നതിന്റെ വളരെ വ്യക്തമായ ഒരു പ്രതീകമാണിത്. അടുത്തതായി അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അവൾക്ക് നൽകിയ പേര് കേൾക്കണോ? കരുണ ലഭിക്കാത്തവൾ. ഇസ്രായേലിനോട് ഇനി കരുണ കാണിക്കില്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ യൂദായോട് യുദ്ധം കൊണ്ടോ വാളുകൊണ്ടോ അല്ലാതെ കരുണ കാണിക്കുമെന്നും പറയുന്നുണ്ട്. എന്തൊരു വലിയ വിരോധാഭാസമാണല്ലേ ഇത്! ഈ കരുണ ലഭിക്കാത്തവൾ എന്ന അവസ്ഥയെ നമുക്കൊരു ശൂന്യമായ പാത്രമായി വേണമെങ്കിൽ സങ്കൽപ്പിക്കാം. അതായത് ദൈവത്തിന്റെ കൃപയും കാരുണ്യവുമൊക്കെ പൂർണ്ണമായും വാർന്നുപോയിട്ടുള്ള വരണ്ടുണങ്ങിയൊരവസ്ഥ. പിന്നെയും കാലം കടന്നുപോകെ മൂന്നാമതൊരു മകൻ കൂടി പിറക്കുന്നു. അവന് നൽകിയ പേരോ എന്റെ ജനമല്ല. നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല എന്ന് സൃഷ്ടാവ് തന്നെ സ്വന്തം സൃഷ്ടികളോട് തീർത്തു പറയുന്ന ഏറ്റവും ഭയാനകമായൊരു വിധിയാണ്. കീറിയെറിയപ്പെട്ട ഈ പുരാതന ഉടമ്പടി ആ മൂന്നാമത്തെ കുഞ്ഞിന്റെ പേരിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ദൈവവും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്ന ആ പഴയ ബന്ധം ഇവിടെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇനി രംഗം 4. ജനങ്ങളുടെ പശ്ചാത്താപം. ഈ 3 കുട്ടികളുടെയും പേരുകൾ നൽകുന്ന സന്ദേശം ജനങ്ങളെ ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അവർ വളരെ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങുന്നതും ഇവിടെയാണ്. നമ്മൾ ദൈവത്തെ വിട്ടുപോയി. പാപങ്ങളുടെ വലിയൊരു ഭാരം ഇസ്രായേൽ ജനതയെ തളർത്തുന്നതാണ് നാം കാണുന്നത്. തങ്ങൾ ചെയ്ത തെറ്റുകളുടെ ഗൗരവം അവർ മെല്ലെ തിരിച്ചറിയുകയാണ്. ഇനി നമ്മെ ആരാണ് രക്ഷിക്കുക? ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് മാറി ദൈവകൃപയ്ക്കായുള്ള ഒരു വലിയ ദാഹത്തിലേക്ക് കഥ വഴിമാറുന്നത് നമ്മൾ കാണുന്നു. അവർക്ക് തീർച്ചയായും ഒരു രക്ഷകനെ ആവശ്യമായി വന്നിരിക്കുന്നു. രംഗം 5. പ്രത്യാശയും പുനഃസ്ഥാപനവും. വേദിയിൽ പതുക്കെ ആ ഇരുട്ടുമാറി വീണ്ടും വെളിച്ചം നിറയുകയാണ്. അതെ, കഥയുടെ ഗതി തന്നെ ഇവിടെ മാറുന്നു. ദൈവത്തിന്റെ ശിക്ഷാവിധി പെട്ടെന്ന് പൂർണ്ണമായി മാറ്റിമറിക്കപ്പെടുകയാണ് സുഹൃത്തുക്കളെ. നശിപ്പിക്കപ്പെടുന്നതിനു പകരം കടൽത്തീരത്തെ മണൽത്തിരി പോലെ ജനങ്ങൾ വർദ്ധിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. എല്ലാം അവസാനിച്ചെന്ന് കരുതിയിടത്താണ് ഈ വലിയ പ്രത്യാശ ഉയർന്നുവരുന്നത്. ഇതിലും മനോഹരമായ മറ്റെന്തുണ്ട്? എന്റെ ജനമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ അതേ സ്ഥലത്തു വെച്ച് തന്നെ അവരെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കുമെന്ന് ദൈവം പറയുന്നു. എത്ര പെട്ടെന്നാണ് അവരുടെ ആ പഴയ പദവി പുനഃസ്ഥാപിക്കപ്പെട്ടത്! ആ അവസാന വാഗ്ദാനങ്ങൾ ശ്രദ്ധിച്ചോ? ഭിന്നിച്ചു നിന്ന യൂദായും ഇസ്രായേലും ഒന്നിച്ചു ചേരും. അവർക്ക് ഒരൊറ്റ നേതാവുണ്ടാകും. ദേശത്ത് വീണ്ടും സമാധാനവും ഐശ്വര്യവും നിറയും.
ദൈവത്തിന്റെ കരുണ എന്നേക്കും നിലനിൽക്കും എന്ന് ജനങ്ങൾ ആവേശത്തോടെ വിളിച്ചു പറയുകയാണ്. നാടകത്തിന്റെ അവസാനത്തിൽ എല്ലാവരും വേദിയിലൊന്നിക്കുമ്പോൾ ഹോസിയ പറയുന്ന ആ വാചകം വളരെ ശ്രദ്ധേയമാണ്. ദൈവം ശിക്ഷിക്കുന്നവരാണ്, പക്ഷേ അവിടുന്ന് സ്നേഹിക്കുന്ന പിതാവുമാണ്. കർശനമായ നീതിയും അതിനൊപ്പമുള്ള നിരുപാധികമായ സ്നേഹവും തമ്മിലുള്ള എന്തൊരു മനോഹരമായ സന്തുലിതാവസ്ഥയാണത്. അപ്പോൾ ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാപത്തിൽ നിന്നും തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങിവരാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലും തുറന്ന ക്ഷണവും കൂടിയാണ് ജസ്രേലിന്റെ വിളി എന്ന ഈ നാടകം നമുക്ക് നൽകുന്നത്. അവസാനമായി നമുക്ക് സ്വയം ഒന്ന് ചോദിച്ചു നോക്കാം. ചരിത്രത്തിലെ ഈ പുരാതന തെറ്റുകൾ നാമും ഇന്നും ആവർത്തിക്കുന്നുണ്ടോ? എല്ലാം ക്ഷമിക്കുന്ന ആ സ്നേഹം സ്വീകരിക്കാൻ നാം ശരിക്കും ഒരുക്കമാണോ? ഈ ആഴമേറിയ ചിന്തകളോടെ നമ്മുടെ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.